എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല രുചിയുള്ള ഒരു കക്കയിറച്ചി മസാലയാണ്. അതിനുവേണ്ടി 250 ഗ്രാം കക്കയിറച്ചി എടുത്തിട്ടുണ്ട്. കക്കയിറച്ചി എടുക്കുമ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. നേരെ വാങ്ങിയ പടി നമ്മൾ എടുക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അഴുക്കുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ തന്നെ വരുന്നതായിരിക്കും. അത് ചെറുതായാലും വലുതായാലും മിക്കവാറും എല്ലാ കക്കയിറച്ചിയുടെ ഉള്ളിലും അത് കഴിക്കുന്ന ആഹാരമാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം കക്കയിറച്ചി കുക്ക് ചെയ്യണം. ഇത് കളയാതെ കുക്ക് ചെയ്യുന്നവരുണ്ട്. മിക്കവാറും ഇത് കളയുന്നതായിരിക്കും നല്ലത്. ഈസിയാണ്, കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതിയാവും. കക്കയിറച്ചി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഓൾറെഡി അത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കക്കയിറച്ചി ഒരു മീഡിയം ഫ്ലെയിമിൽ 4 മുതൽ 6 വരെ വിസിലടുപ്പിച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് വേവിച്ചെടുക്കേണ്ടത്. കക്കയിറച്ചി ഇതുപോലെ സെപ്പറേറ്റ് ആയി തന്നെ വേവിച്ചെടുക്കുക. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചിയും ഒരു 10 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് പകരം കല്ലിലൊന്ന് ചതച്ചതും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. കനം കുറച്ച് അരിഞ്ഞെടുത്ത സവാള കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. സവാള നന്നായി വഴണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. സവാള നന്നായി വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വയ്ക്കുക. വളരെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ ഇടിച്ച മുളക് പൊടി അല്ലെങ്കിൽ ക്രഷ് ചെയ്ത ക്രഷ്ഡ് ചില്ലി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. കക്കയിറച്ചി ചേർക്കുമ്പോൾ ആ ഒരു സ്റ്റോക്ക് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല. തക്കാളി ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയൊരു പുളി ഒന്ന് ബാലൻസ്ഡ് ആവും. പക്ഷേ എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, മസാലയായി എടുക്കുന്ന സമയത്ത് തക്കാളി ചേർക്കുന്നതിനോട് അത്ര വലിയ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം മുഴുവനായിട്ട് അതിലേക്ക് വറ്റി വരണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം അത്യാവശ്യം എരിവുണ്ടാവും. ആ എരിവ് ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ ഈ ഒരു ഷുഗർ ഹെൽപ്പ് ചെയ്യും. നല്ലതുപോലെ വറ്റി നല്ല ഗ്രേവി എല്ലാം വറ്റി നല്ല റോസ്റ്റ് പരുവത്തിലെത്തുമ്പോഴാണ് ഇത് ഓഫ് ചെയ്യേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനാണെങ്കിൽ ഒരു ഫ്രൈ പോലെ എടുക്കാവുന്നതുമാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഒരു മസാല രൂപത്തിലാണ് എടുക്കുന്നത്. ഫ്രൈ ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ നല്ലതുപോലെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഇങ്ങനെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെള്ളമെല്ലാം വറ്റി ഒരു റോസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഫ്രൈ ചെയ്യുന്നവരാണെങ്കിൽ നല്ല ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് തന്നെ നേരെ കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല റോസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്.
ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടും അതുപോലെ പുട്ടിൻ്റെ കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തനി നാടൻ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കക്കയിറച്ചിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്